എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, അമ്മ ഇനി ആരാമ്മ നോക്കുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോ ഇന്നെ വേറെ ആരാ? ഈ പറഞ്ഞതെന്നെ നെഞ്ചിടിക്കുന്നു. പിറ്റേന്ന് ഞാൻ കണ്ടത് ഇതാ. എൻ്റെ ഹസ്ബൻഡ് പോലും ഞങ്ങൾക്ക് ഇത്രയും ആശ്രയമായിട്ടില്ല. ഇന്ന് 2 വർഷമായി എൻ്റെ ആങ്ങളെ എന്നെ വിട്ടുപോയിട്ട്. ഞങ്ങൾ നിസാമിന് വേണ്ടി നിസാമിൻ്റെ കൂട്ടുകാർ പണിത് കൊടുത്ത വീടാണിത്. നിസാം വന്നത് എൻ്റെ പൊന്നോമൻ ആങ്ങളെയായിരുന്നു. അവരുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു ഇവരും. അവരും എനിക്ക് നിസാമിനെ പോലെ തന്നെയാണ്. ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് എനിക്കും എൻ്റെ ഉമ്മാക്കും എൻ്റെ മക്കൾക്കും ഇന്ന് ഈ കടക്കാടം ഉണ്ടായത്. നിസാമിനെ പോലെ തന്നെയാണ് ഇവരെനിക്ക് ഇന്നും. അവർക്കൊരു അനുജനായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ഏത് മനുഷ്യനോടും നിസാമിന് ഏറ്റവും വലിയ ഇതാണ്. ചിരിച്ച മുഖം മാത്രമേ ഉള്ളൂ. ഇന്നും എല്ലാവരും ചോദിക്കാൻ നിസാം എവിടെ എന്ന്. ഞങ്ങൾ നിസാമിന് വേണ്ടി നിസാമിൻ്റെ കൂട്ടുകാർ പണിത് കൊടുത്ത വീടാണിത്. ഞങ്ങൾ ഈ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു വീടാണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്. നിസാമിൻ്റെ കൂട്ടുകാരും ഈ നല്ലവരായ നാട്ടുകാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് ഈ വീട് നല്ലൊരു വീടാണ്, നല്ലൊരു കിച്ചനാണ്, എല്ലാം ഉണ്ട്. എല്ലാം എൻ്റെ മക്കളുടെ ആഗ്രഹം പോലെ നിസാമിൻ്റെ കൂട്ടുകാരും അവർക്ക് സാധിച്ചു കൊടുത്തു. എൻ്റെ മക്കൾ എന്തു പറഞ്ഞോ അതെല്ലാം അവർ ചെയ്തു കൊടുത്തു. ഇത്രയും പെട്ടെന്ന് എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് അമ്മ ഇനി ആരാമ്മ നോക്കുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോ ഇന്നെ വേറെ ആരാ? ഈ പറഞ്ഞതെന്നെ നെഞ്ചിടിക്കുന്നു. പിറ്റേന്ന് ഞാൻ കണ്ടത് ഇതാ. സ്വന്തമായിട്ട് വീട് വേണം, ഒരു വീട് വെച്ച് കിടക്കണം, നമുക്ക് വീട് വെച്ച് കിടക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ എൻ്റെ കുഞ്ഞില്ലാതെ ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട് വെച്ചേ ഞാൻ പെണ്ണ് കെട്ടുന്നുള്ളെന്ന് പറഞ്ഞു. നമുക്ക് എവിടെ നോക്കി ഒരു കൊച്ചിനെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വീട് വെച്ചേ പെണ്ണ് കെട്ടുന്നുള്ളൂ, ഇപ്പോഴേ എനിക്ക് നോക്കണ്ട. അവൻ്റെ ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ് എവിടെയെങ്കിലും നമുക്കൊരു കൊച്ചിനെ നോക്കി വെച്ച് നമുക്ക് വീട് വെക്കാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വീട് വെച്ചിട്ടേ കെട്ടുന്നുള്ളൂ. എൻ്റെ എല്ലാ ആഗ്രഹവും എൻ്റെ കുഞ്ഞാ എനിക്ക് സാധിച്ചു. എന്തോത്തിനായാലും ആശുപത്രി പാനായാലും ഇപ്പം ഞാൻ ഇന്ന് വിഷമിക്കുന്നത് എൻ്റെ കുഞ്ഞില്ലല്ലോ, എനിക്കൊന്ന് ആശുപത്രി പോകണം, ഇനി 5 പൈസ തരാൻ എൻ്റെ കുഞ്ഞില്ലല്ലോ എന്നാ ഇപ്പോഴും എൻ്റെ മനസ്സ് കിടന്നലട്ടുന്നത്. മറ്റ് 4 മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഉമ്മയെ നോക്കിയതും ഉമ്മയുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സാധിച്ചു കൊടുത്തതും അതെല്ലാം നിസാമായിരുന്നു. ഇവരെല്ലാവരും നിസാമിനൊപ്പം പഠിച്ചവരും കളിച്ചു വളർന്നവരും എല്ലാം. ഇപ്പം നിസാമില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്, എൻ്റെ പൊന്നുമോൻ ഇല്ല എന്നൊരു ദുഃഖമുണ്ട്. എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം എൻ്റെ മക്കൾക്കാണ്. എൻ്റെ മക്കളെ എന്നെ നോക്കിയത് എൻ്റെ പൊന്നുമോനാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും ഞങ്ങൾക്ക് ഇത്രയും ആശ്രയമായിട്ടില്ല. ഇന്ന് 2 വർഷമായി എൻ്റെ ആങ്ങളെ എന്നെ വിട്ടുപോയിട്ട്. അതിൻ്റെതായ ദുഃഖം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. എനിക്കോ എൻ്റെ കുഞ്ഞുക്കോ എന്തൊരു ഇത് വന്നാലും എന്തൊരു ദുഃഖം വന്നാലും സാധിച്ചു തരുന്നത് എൻ്റെ പൊന്നുമോനായിരുന്നു. ഹസ്ബൻഡ് പോലും എനിക്ക് ഇത്ര ആശ്രയമായിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞു പോയതിൽ ഏറ്റവും കൂടുതൽ വേർപാട് അനുഭവിക്കുന്നുണ്ട്. ഇവരെല്ലാവരും എൻ്റെ പൊന്നുമോനെ പോലെ തന്നെയാണ്. നിസാമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാവരും. അപ്പം അക്ക പറഞ്ഞ കൂട്ട് നമുക്ക് നന്ദിയും മറ്റ് വേണ്ട, നമ്മള് നിസാമിനോടും ആ കുടുംബത്തോടും ഉള്ള കടമ ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. പത്തനാപുരം പട്ടണത്തിലൊരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുമായിരുന്നു നിസാം. നിസാമിന് പല അസുഖസംബന്ധമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ചികിത്സയ്ക്ക് നമ്മൾ ആവശ്യമായ തുകയെല്ലാം കണ്ടെത്തി കൊടുത്തു. എപ്പോഴും പറയുമായിരുന്നു, 16 വർഷമായിട്ട് ഒരു കുടുംബം ഒരു വീടില്ലാത്തതിന്റെ വിഷമം ആ കുടുംബം എപ്പോഴും നമ്മളോട് കാണുമ്പോഴെല്ലാം നിസാം പറയാറുണ്ടായിരുന്നു. അങ്ങനെ ആ വീട് നിസാമിന്റെ വേർപാടിൽ, നിസാം ഇപ്പം ജീവിച്ചിരിപ്പില്ല, നിസാം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമാവുന്നു. എന്നാൽ പോലും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക, ആ കുടുംബത്തോടൊപ്പം ആത്മാർത്ഥമായിട്ട് എല്ലാ സഹായത്തിനും ഒപ്പം നിർത്തുക എന്നുള്ളത് നമ്മുടെ ഈ നാട്ടുകാരുടെയും ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ എല്ലാം കടമയായിരുന്നു. ആ കടമ ഞങ്ങൾ ഇന്ന് നിറവേറ്റി സാക്ഷാത്കരിക്കുകയാണ്. അതിനുവേണ്ടി ഒട്ടനവധി സഹായ സഹകരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളും പ്രവാസികളും എല്ലാം തന്നെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുണ്ടയം വാട്സപ്പ് കൂട്ടായ്മയുടെ ഒപ്പം നിന്നുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ അതെ, വലിയ വീടാണ്, 1050 സ്ക്വയർ ഫീറ്റിൽ പെടുന്ന ഒരു 2 ബെഡ്റൂമോട് കൂടിയ ഒരു കിച്ചണ്, ഒരു ലിവിങ്, സ്റ്റേ റൂം, സിറ്റ് ഔട്ട്, വളരെ മനോഹരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുള്ള ഒരു വീടാണ് നമ്മൾ നിർമ്മിച്ച് ആ കുടുംബത്തിന് കൈമാറുന്നത്. അതിനോടൊപ്പം എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്തെ തുടർന്നുള്ള നാളുകളിലും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ആ കുടുംബത്തെ ചേർത്ത് നിർത്താനും
എല്ലാ സുമനസ്സുകളും ഈ ഇത് കണ്ടതിന് ശേഷം, ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷവും ഈ വാർത്തയൊക്കെ അറിഞ്ഞതിന് ശേഷവും അത് ചേർത്ത് നിർത്താനുള്ള മനസ്സ് എല്ലാ സുമനസ്സുകൾക്കും ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. നിസാം ജീവിച്ചിരുന്ന ഘട്ടത്തില് കാണുമ്പോഴെല്ലാം ഈ വീടില്ലാത്ത വിഷമം ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള മെമ്പേഴ്സിനോടും എല്ലാം പറയുമായിരുന്നു. നിസാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ, മാതാവിനെയും സഹോദരിമാരെയും എല്ലാം തന്നെ സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിച്ച് ആ വീട്ടിൽ സ്ഥിരതാമസമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിസാം. പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ നിസാം ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നിസാമിന്റെ ആഗ്രഹമാണ് ഞങ്ങൾ സുഹൃത്തുക്കളും ഈ കൂട്ടായ്മ എല്ലാം ചേർന്നുകൊണ്ട് നമ്മളിപ്പം പൂർത്തീകരിച്ച് സാക്ഷാത്കരിച്ച് നൽകുന്നത്.